വിശദമായ വാർത്തകളിലേക്ക്. ചിന്നക്കനാലിൽ വീണ്ടും ചക്കക്കൊമ്പന്റെ ആക്രമണം. കാട്ടാനാക്രമണം ചെറുക്കുന്നതിനിടെ ഒരാൾക്ക് പരിക്കേറ്റു. സിംഗിൾകണ്ടം ഈട്ടിക്കൽ സഭാപതിക്കാണ് പരിക്കേറ്റത്. ഇയാളെ രാജാക്കാട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാലുകൾക്കും വാരിയെല്ലുകൾക്കും പൊട്ടലേറ്റു. പെരിയ കനാലിൽ 4 വഴിയോര കടകളും ചക്കക്കൊമ്പൻ തകർത്തു. ഇന്നലെ വൈകുന്നേരം 8 മണിയോടുകൂടിയാണ് സിംഗിൾകണ്ടത്ത് കാട്ടാന എത്തിയത്. നാട്ടുകാർ ആനയെ തുരുത്തി ഓടിച്ചെങ്കിലും സിമന്റ് പാലത്തിന് സമീപം ആന നിലയുറപ്പിക്കുകയായിരുന്നു. ഈ സമയം ജോലി കഴിഞ്ഞ് സ്കൂട്ടറിൽ വീട്ടിലേക്ക് വരികയായിരുന്ന സഭാപതിക്ക് നേരെ ആന ഓടിയെടുത്തു. ആനയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷ നേടുവാനായി വാഹനത്തിൽ നിന്നും ചാടിയെങ്കിലും അടുത്തുള്ള കാനയിലേക്ക് വീഴുകയായിരുന്നു. വീഴ്ചയിൽ കാലുകൾക്കും വാരിയെല്ലുകൾക്കും പൊട്ടലേറ്റു. സമയത്തായിരുന്നു, സമയം ഒരു 9:30-10 മണിയുടെ അടുത്തായിരുന്നു ഏകദേശം. ആ സമയത്ത് വരുന്ന വഴിക്കാണ് ഒറ്റ ആനയെ നിൽക്കുന്നത് കണ്ടില്ലായിരുന്നു. ആന വളവ് തിരിഞ്ഞ് കയറി വരുമായിരുന്നു. ഞാൻ സ്കൂട്ടിൽ ഇറക്കി ചെന്നുകൊണ്ട് പെട്ടെന്ന് ആനയെ കണ്ട് വണ്ടി മറിഞ്ഞ് ബ്രേക്ക് പിടിച്ച് വണ്ടി പെട്ടെന്ന് മറിഞ്ഞു. ആന അടുത്താൽ നിന്ന് പക്ഷെ ഉടനെ ചാടി ഓടി. വണ്ടി മറിച്ച് വീണ് കഴിഞ്ഞപ്പം എഴുന്നേറ്റ് ഓടിയപ്പോൾ ആന കാറിക്കൊണ്ട് പുറകെ ഓടി വന്നു. ആ തൊട്ടുമുള്ള പണ്ട് ആന പിടിച്ചൊരു പയ്യൻ്റെ വീട്ടിലോട്ടാണ് ഓടാൻ ശ്രമിച്ചത്. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്കും വീണുപോയി. കാലത്തിട്ട് വീണ് കഴിഞ്ഞപ്പോഴത്തേക്കും തല പോയി കല്ലാലടിച്ചിങ്ങനെ എടുത്തിട്ട് ഈ ഭാഗത്തേക്ക് ഭയങ്കര വേദന അടിച്ചു വീണു. പിന്നെ ആന ഓടി വന്നപ്പോഴത്തേക്കും നാട്ടുകാരും കൂട്ടുകാരെല്ലാം അറിഞ്ഞു. അവരെല്ലാം കൂടെ ഓടി വന്ന് ആനയെ ഓടിച്ചു. അതുകൊണ്ട് ജീവൻ രക്ഷപ്പെടുത്തെന്ന് പറയാം. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് വീണ് പല്ലിന് ഇവിടെ ഇനി കാലിൽ 2 സ്ഥലത്ത് പേർക്ക് ആര്യസ്ഥിക്ക് ഫ്രാക്ചർ ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ CT സ്കാൻ എടുത്തായിരുന്നു. രാജാക്കാട് ലൈഫ് കെയർ ആശുപത്രിയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. എപ്പോൾ പോകുന്നതെന്നൊന്നും പറഞ്ഞില്ല, സ്കാനൊന്നും പറഞ്ഞിട്ടില്ല. റെസ്റ്റ് എടുക്കണം, 2-3 ആഴ്ച റെസ്റ്റ് എടുക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ആര്യസ്ഥിക്ക് പൊട്ടലുള്ളതുകൊണ്ട്. ഇതിനുശേഷം ആനയിറക്കൽ ഡാം കടന്ന് പെരിയ കനാലിൽ എത്തിയ കൊമ്പൻ പുലർച്ചെ 4 മണിയോടുകൂടി വഴിയോര കടകൾ തകർക്കുകയായിരുന്നു. പൈനാപ്പിൾ സൂക്ഷിച്ചിരുന്ന 4 കടകളാണ് തകർത്തത്. ഈ സമയം കുമളി മൂന്നാർ സംസ്ഥാന പാതയിലൂടെ എത്തുകയായിരുന്ന നിരവധി വിനോദസഞ്ചാരികളും വഴിയിൽ കുടുങ്ങി. ഒടുവിൽ RRT സംഘം എത്തിയാണ് ആനയെ തുരത്തിയത്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.